നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 19 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23. ജൂൺ 2 വരെ നോമിനേഷൻ നൽകാം. വിജ്ഞാപനം നാളെ മുതൽ നിലവിൽ വരും. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായും മുങ്ങി. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണു. ക്യാപ്റ്റൻ അടക്കം 3 പേരെയും പുറത്തെത്തിച്ചെന്നും നാവികസേന. 24 ജീവനക്കാരും സുരക്ഷിതർ. നാവികസേനയുടെ കപ്പൽ INS സുജാത അപകടത്തിൽപ്പെട്ട കപ്പലിന് അരികെ. അപകട കാരണം സംബന്ധിച്ചും വ്യക്തതയില്ല. തീരപ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. സൾഫർ കണ്ടന്റുകൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഉച്ചയോടെ കൊച്ചി ആലപ്പുഴ തീരത്തടിഞ്ഞേക്കുമെന്ന് മുന്നറിയിപ്പ്. തുടരുതെന്ന് തീരവാസികൾക്ക് നിർദ്ദേശം. കണ്ടെയ്നറുകൾ പൊട്ടിയാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് നിഗമനം. കപ്പലപകടം വൻ പാരിസ്ഥിതിക നാശത്തിന് വഴിവെക്കുമെന്ന ആശങ്ക. മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. സാഹചര്യം വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. നാശനഷ്ടങ്ങൾ വ്യാപകം. ഇടുക്കിയിൽ മരം വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. മലപ്പുറം അരീക്കോട് വീടിന്റെ ചുമരിടിഞ്ഞ് കുഞ്ഞിന് പരിക്കേറ്റു. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടിയ വിലങ്ങാട് വീണ്ടും മണ്ണിടിച്ചിൽ. മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട്, മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഡൽഹിയിലും കനത്ത മഴ. റെഡ് അലർട്ട്. നിരവധി വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. കൊച്ചിയിൽ നിന്നും പോയ വിമാനം ലക്നൌവിലിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJP ലക്ഷ്യമിടുന്നത് 20 നിയമസഭാ മണ്ഡലങ്ങൾ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ മാത്രം 6 എണ്ണം. തലസ്ഥാന മണ്ഡലങ്ങൾ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനും അംഗം കുറിക്കുമെന്ന് സൂചന. മറ്റു മുന്നണികളിലെ ജനസ്വാധീനമുള്ളവരെ BJPയിൽ എത്തിക്കാനും നീക്കം.